+2 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ എന്ത് പഠിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും പല കുട്ടികൾക്കും. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഡിഗ്രിക്ക് ചേരുകയോ അല്ലെങ്കിൽ വേറെ എന്താണോ ഇഷ്ടം അതിന് ചേരുകയോ ചെയ്യുക. പിന്നെ ചില കുട്ടികൾക്ക് ജോലിയോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ വർഷങ്ങൾ നഷ്ടപ്പെടുത്താതെ എത്രയും നേരത്തെ ജോലിയിൽ കയറുന്നോ അത്രയും സർവീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ +2വിന് ശേഷം ഡിഗ്രി ചെയ്യുന്ന കൂടെ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ കോച്ചിങ് ക്ലാസ്സുകളിൽ ചേർന്ന് ബാങ്ക് ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ എഴുതുക. പിന്നെ ആ കോച്ചിങ് ക്ലാസ്സിൽ പോകുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ പോലെയുള്ള എക്സാമുകളും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ടെസ്റ്റുകളെല്ലാം എളുപ്പവും ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു കൊല്ലം കൊണ്ട് തന്നെ അവർക്ക് ജോലി നേടിയെടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള പല നല്ല കോച്ചിങ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ഈ ജോലിയാണ് ആഗ്രഹിക്കുന്നത്, ഒരുപാട് ഇനി ഉപരിപഠനം ആഗ്രഹിക്കുന്നില്ല, ഡിഗ്രി കഴിഞ്ഞൊരു ജോലി മതി എന്ന് താല്പര്യമുള്ള കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷനൊന്നും പോകാൻ നോക്കാതെ തന്നെ ജോലിക്ക് ചേരുക. എന്നിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. അപ്പോൾ അവരുടെ വർഷങ്ങൾ നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ജോലിയിൽ കയറാൻ സാധിക്കും. അല്ല വേറെ കൂടുതൽ വർഷം വേണ്ട ഉപരിപഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരങ്ങനെ പോട്ടെ. ഞാൻ ഡിഗ്രി ആഗ്രഹിച്ച് നമ്മുടെ സാധാരണ ബാങ്ക് ജോലികളോ അല്ലെങ്കിൽ ചെറിയ മറ്റേ സർക്കാർ ജോലികളോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കുറച്ചും കൂടി നല്ലത് സ്റ്റാഫ് സെലക്ഷൻ പോലെയുള്ള ടെസ്റ്റുകളാകുമ്പോൾ ഒരുപാട് നമുക്ക് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ആ ടെസ്റ്റ് എളുപ്പമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ അതിൽ കയറാനായിട്ട് സാധിക്കും. അത് കയറിക്കഴിഞ്ഞാൽ ഉടനെ അത് നമ്മൾ ഇട്ടിട്ട് പോരാ. ചിലപ്പോൾ ആദ്യമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നാലും ആ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി കിട്ടുന്ന ജോലിയിൽ നമ്മൾ കുറച്ച് നാൾ നിന്നതിന് ശേഷം മാത്രം അവിടെ നിന്ന് വേറെ അതിലും നല്ല രീതിയിൽ ശമ്പളമൊക്കെ ഉള്ള ജോലിയിലേക്ക് പോകാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അവിടെ ഒരു വർഷം തികയുന്നതിന് തന്നെ മുമ്പ് തന്നെ കുട്ടികൾ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി കിട്ടുന്ന ജോലികൾ കളയാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ജോലികളിലൊക്കെ കയറിയാൽ നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷമേ വേറെ ജോലിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ കുറച്ച് നാളൊന്ന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. നമ്മൾ ഏത് ജോലിയും ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്കതിൽ എക്സ്പീരിയൻസ് ആവും. പിന്നെ നമുക്കത് എളുപ്പമാവും. പിന്നെ നമുക്ക് നല്ല കൂടുതൽ സാലറിയിലുള്ള നല്ല നല്ല കമ്പനികളിലേക്ക് മാറാനായിട്ട് സാധിക്കും. പക്ഷെ എന്തായാലും ആദ്യം നമ്മൾ അവിടെ നിന്ന് അത് പഠിച്ച് അതിലുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് വിടാൻ നോക്കാൻ പാടുള്ളൂ. പല കുട്ടികൾക്കും അബദ്ധം പറ്റും. പെട്ടെന്ന് തന്നെ എനിക്ക് വേറെ കിട്ടും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ കിട്ടിയതിന് ശേഷം കയ്യിലുള്ളത് വിടുക. ജോലി കിട്ടാതെ ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടായി തീരും. സോ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക. ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറുള്ള ജോലി കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. പക്ഷെ ഒരിക്കലും അത് ഒരു സ്ഥലത്ത് ചേർന്നതിന് ശേഷം മാത്രമേ നമ്മൾ കയ്യിലുള്ളത് നമുക്ക് ഇപ്പോൾ പ്രസൻ്റിലുള്ള ജോലി കളയാൻ പാടുള്ളൂ. അല്ലാതെ ഇതങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അബദ്ധമായിരിക്കും. അപ്പോൾ കുട്ടികൾ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടൊക്കെ വേണം പെട്ടെന്ന് തന്നെ നമുക്കുള്ളത് കളയാൻ വേണ്ടി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ളതാണെങ്കിൽ കോച്ചിങ് ക്ലാസ്സുകളിൽ പോയി നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുക. തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ ബാങ്കിലുണ്ട്. ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ മുഖാന്തരം ഏതെങ്കിലും നല്ല ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ജോലി തന്നെ കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മിക്കവരും പുറത്തേക്ക് പോവുകയാണ്, പുറത്തുള്ള രാജ്യങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ താല്പര്യമുള്ളവർ അത് എന്താണോ നമുക്ക് താല്പര്യം അത് നമ്മളുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്.